തവനൂർ മലപ്പുറത്തിന്റെ മണ്ണിലെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പ്രഭവ കേന്ദ്രം. 2011 മണ്ഡലം രൂപീകൃതമായതു മുതൽ ഇടത് കോട്ടയായി ഉറച്ചു നിൽക്കുന്ന തവനൂരിന്റെ മണ്ണിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശുമോ? കെ.ടി. ജലീൽ എന്ന അതികായനെ തളയ്ക്കാൻ UDF ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് VS ജോയിയാണ്. ഈ പോരാട്ടം കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് തവനൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. തവനൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കെ.ടി. ജലീലിന്റെ ഗ്രാഫ് അതിശയിപ്പിക്കുന്നതാണ്. 2011 കോൺഗ്രസിലെ VV പ്രകാശിന് 6854 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജലീൽ കന്നി വിജയം നേടിയത്. 2016 എത്തിയപ്പോൾ പോരാട്ടം കുറച്ചുകൂടി ശക്തമായി. അന്ന് കോൺഗ്രസിലെ ഇഫ്തിഖാറുദ്ദീനെ നേരിട്ട ജലീൽ തന്റെ ഭൂരിപക്ഷം 17,064 എന്ന വമ്പൻ സംഖ്യയിലേക്ക് ഉയർത്തി. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് ഫലം കെ.ടി. ജലീലിനും ഇടതുപക്ഷത്തിനും വലിയൊരു താക്കീതായിരുന്നു നൽകിയത്. 2021 ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിലിനെതിരെയാണ് UDF ജലീലിനെതിരെ കളത്തിലിറക്കിയത്. കടുത്ത പോരാട്ടത്തിനൊടുവിൽ വെറും 2564 വോട്ടുകൾക്ക് മാത്രമേ ജലീലിന് ജയിച്ച് കയറാൻ സാധിച്ചുള്ളൂ. 17,000-ൽ നിന്ന് 2,000-ലേക്ക് ഭൂരിപക്ഷം ഇടിഞ്ഞത് തവനൂരിലെ ജനമനസ്സുകൾ മാറുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായിരുന്നു. പ്രത്യേകിച്ച് തിരുനാവായ പഞ്ചായത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ UDFന്റെ കരുത്ത് വ്യക്തമാകും. കഴിഞ്ഞ തവണ തിരുനാവായയിൽ നിന്ന് മാത്രം UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച 9,000-ഓളം വോട്ടുകളുടെ വമ്പൻ ലീഡാണ് ജലീലിന്റെ ആകെ ഭൂരിപക്ഷം ഇത്രമേൽ കുറക്കാൻ കാരണമായത്. ഈ 9,000-ന്റെ കടമ്പ കടക്കുക എന്നത് ഇത്തവണ ജലീലിന് വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല, മണ്ഡലത്തിൽ കെ.ടി. ജലീൽ ഇത്തവണ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയുമാണ്. 10 വർഷത്തിലധികമായി MLA ആയിരുന്നിട്ടും മണ്ഡലത്തിൽ ഉൾനാടൻ പ്രദേശങ്ങളിലും തീരമേഖലകളിലും പ്രത്യേകിച്ച് കാളന്തനാപുരം പോലുള്ള ഇടങ്ങളിലും വേണ്ടത്ര വികസനം എത്തിയില്ല എന്ന പരാതി ശക്തവുമാണ്. വലിയ പാലങ്ങളും റോഡുകളും നിർമ്മിച്ചുവെന്ന് LDF അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന വികാരം ഇതേ ജനങ്ങൾക്കിടയിലുണ്ട്. ഇതിനു പുറമെ സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും ജലീലിനെതിരെ ഉയർത്തുന്ന വ്യക്തിപരമായ വിവാദങ്ങളും പ്രതിപക്ഷം വലിയ ആയുധവുമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് VS ജോയി എന്ന യുവ നേതാവ് ഇത്തവണ രംഗത്തെത്തുന്നത്. മലപ്പുറം DCC പ്രസിഡന്റ് എന്ന നിലയിൽ UDF സംവിധാനങ്ങൾ ഒരൊറ്റ ചരടിൽ കോർക്കാൻ ജോയിക്ക് സാധിച്ചിട്ടുമുണ്ട്. വട്ടംകുളത്തും എടപ്പാളിലും തിരുനാവായിലും UDFനുള്ള ശക്തമായ വോട്ട് ബാങ്കുകൾ ഇത്തവണ ജലീലിന് വലിയ ഭീഷണിയാണ്. ഓരോ പഞ്ചായത്തിലും നേരിട്ടെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ജോയിയുടെ ശൈലി വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. കെ.ടി. ജലീലിന്റെ ഉറച്ച തട്ടകത്തിൽ അദ്ദേഹത്തെ തന്നെ വിറപ്പിക്കാൻ കെൽപ്പുള്ള പോരാളിയായി VS ജോയി മാറുമ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന പോരാട്ട ഭൂമിയായി തവനൂരും മാറുകയാണ്.